INCയെക്കുറിച്ച് പഠിക്കുക. INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 സ്ഥാപിതമായി. INCയുടെ രൂപീകരണ സമയത്ത് ബോംബെ കേന്ദ്രമാക്കി രൂപീകൃതമായ സംഘടനയുണ്ട്, വേറൊരു സംഘടനയാണ് സേവാ സദൻ എന്ന് പറയും. INC രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തെജ്പാൽ സംസ്കൃത കോളേജിൽ വച്ചായിരുന്നു. സ്ഥാപിച്ചത് അലൻ ഒക്ടേവിയൻ ഹ്യൂം. അദ്ദേഹമായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. സമയത്തെ 1885 കാലഘട്ടത്തിലെ, അതായത് INC രൂപീകരിക്കുന്ന സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ആയിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യക്ക് ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ 72 പേർ പങ്കെടുത്തു. ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിച്ചത് സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. സേഫ്റ്റി വാൽവ് സിദ്ധാന്തം INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യമായി INC സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. പക്ഷേ INCയുടെ പ്രസിഡൻ്റായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രമെന്ന കൃതി രചിച്ചത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. INC പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ 1891 P ആനന്ദ ചാർലു ആയിരുന്നു. INC സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമായിരുന്നു മദ്രാസ്. അത് 1887 ആദ്യത്തെ 4 സമ്മേളനങ്ങൾ പഠിക്കാൻ BCMA എന്ന് ഓർമ്മിച്ചിരുന്നാൽ നന്നായിരിക്കും. B ബോംബെ, C കൊൽക്കത്ത, M മദ്രാസ്, A അലഹബാദ്. INC പ്രസിഡൻ്റായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ, 1897 അമരാവതി. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭു ആയിരുന്നു. കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്, 2 തവണ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി, രണ്ടും WC ബാനർജി. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. പ്രായം കൂടിയതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികനായത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡൻ്റായത് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. ഗാന്ധിജി പ്രസിഡൻ്റായത് 1924 ബൽഗാം. നെഹ്റു ആദ്യമായി പങ്കെടുത്തത് 1912 ബങ്കിപ്പൂർ സമ്മേളനമായിരുന്നു. നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1916 ലക്നൗ സമ്മേളനമായിരുന്നു. ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് അംബിക ചൗധരി മജുംദാർ ആയിരുന്നു. ആ സമ്മേളനത്തിൻ്റെ വേറൊരു പ്രത്യേകത, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമായിരുന്നു 1916 ലക്നൗ സമ്മേളനം. അപ്പോൾ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിരിഞ്ഞത് 1907 സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്ന സൂററ്റ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞു. മിതവാദികളുടെ തലവനായിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ, തീവ്രവാദികളുടെ തലവനായിട്ട് ബാലഗംഗാധര തിലകനും അവിടെ ഉണ്ടായി. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. പൂനെയിൽ പ്ലേഗ് കാരണം അത് മുംബൈയിലേക്ക് മാറ്റി. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് 1896 കൽക്കട്ട സമ്മേളനമായിരുന്നു. ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. എന്നാൽ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 കൽക്കട്ട സമ്മേളനം. ആലപിച്ചത് സരളാദേവി ചൗധരാണി ആയിരുന്നു. സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയത്
1905 ബനാറസ് സമ്മേളനമായിരുന്നു. 1905 കഴ്സൺ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഹർഡിഞ്ച് സെക്കൻഡും ആയിരുന്നു. ഓക്കെ. സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് 1906 കൽക്കട്ട സമ്മേളനമായിരുന്നു. സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ചത്. പൂർണ്ണ സ്വരാജ് അവതരിപ്പിച്ചതോ 1929 ലാഹോർ സമ്മേളനമായിരുന്നു. അപ്പോഴുള്ള പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു. INCയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും 1928 കൊൽക്കത്ത സമ്മേളനം മോത്തിലാൽ നെഹ്റു, 29 ലാഹോർ സമ്മേളനം ഞാൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റു, അച്ഛനും മകനും. INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു ബദറുദ്ദീൻ തൊയാബ്ജി 1887. ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ ആയിരുന്നു. തൊട്ടടുത്ത വർഷം 1888. രണ്ടാമത്തെ വിദേശി പ്രസിഡന്റ് 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി രണ്ടും വില്യം വെഡർബൻ ആയിരുന്നു. മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആൽഫ്രഡ് വെബ് ആയിരുന്നു.